ടോക്ലിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഷെഡ്യൂൾ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരിലെ ശ്രീനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കോളേജിൻ്റെ ഫ്രണ്ട്സുമായിട്ട് പിള്ളേരൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 28-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സോനാമർഗിലോട്ടാണ് ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ രാവിലെ ഒരു 8 മണിയായപ്പോൾ നമുക്ക് പോകാനുള്ള കാർ എത്തി എന്നുള്ള അറിയിപ്പ് കിട്ടി. അപ്പോൾ നമ്മളെല്ലാവരും റെഡിയായി അങ്ങോട്ട് മെല്ലെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പുള്ളിയാണ് വസീം ഭയ്യ. പുള്ളിയാണ് ഈ റൂമിൻ്റെ ഓണറും. അതുപോലെ തന്നെ നമുക്ക് ട്രാവലിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്നത് ഈ പുള്ളിയാണ്. വഴിയെ എന്തായാലും ഞാൻ ഈ പുള്ളിയെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും അവരുടേതായിട്ടുള്ള ഹോട്ട് സീറ്റിലേക്ക് കയറിയിരുന്ന് പിന്നെ അങ്ങോട്ടുള്ള യാത്രയിലാണ് കേട്ടോ. ഏകദേശം ഇവിടെ നിന്ന് 80 കിലോമീറ്റർ ഉണ്ട് എന്നാണ് നമ്മളോട് ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്തത് ഫെബ്രുവരി 28-ാം തീയതിയാണ് കേട്ടോ. എക്സാമിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ കാരണം ഇപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞത്. ഇവിടെ ബയ്യാണ് കേട്ടോ. നമ്മളിവിടെ കാശ്മീർ കണ്ടപ്പോൾ നമ്മുടെ ഒപ്പം ഡ്രൈവറായിട്ട് വരുന്ന ബയ്യാണ്. ഷൗക്കത്ത് ബൈ നമ്മുടെ ശ്രീനഗർ കാശ്മീർ. അടിപൊളി അടിപൊളിയാണ്. ഇവിടെ ഭയങ്കര സപ്പോർട്ടിങ്ങാണ്. അപ്പോൾ നമ്മൾ ഗ്ലൗസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ കെയർ ഓഫിലാണ് നമ്മൾ വരുന്നത്. ഇവിടെ ഗ്ലൗസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ. ഉള്ള അടിപൊളിയാണ് കേട്ടോ. വൈബാ. ഈ ഷോപ്പിൽ കുറേ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ അനിമൽസും അതുപോലെ തന്നെ കാൻഡിൽ സ്റ്റാൻഡ്, പിന്നെ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് കുറേ ബാഗ്, ഷോൾസ് തുടങ്ങിയ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഷിക്കാറിൻ്റെ മിനിയേച്ചർ ഫോമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ ഗ്ലൗസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പെയറിന് 140 രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ക്യാപ്പും അതുപോലെ തന്നെ സോക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീനഗറിൽ നിന്ന് സോൻമർഗിലോട്ടുള്ള യാത്രേൻ്റെ ഇടയിൽ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വേറെ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. നമ്മൾ നിർത്തിയ സ്ഥലത്തിൻ്റെ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് അടിപൊളി വ്യൂ ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സോൻമർഗിൽ സ്നോഫോൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇന്നും ഒരു 2 മണിക്കൂർ മുമ്പ് അതിൻ്റെ ഗ്രൂപ്പിൽ വന്നത് അവിടെ സ്നോഫോൾ ഉണ്ടെന്നാണ്. അപ്പോൾ പോയി നോക്കാം. എന്തായാലും ഒരുപാട് പ്രതീക്ഷയിലാണ് സ്നോഫോൾ കാണാൻ വേണ്ടിയിട്ട്. പോയി നോക്കാം. അവിടെ സ്നോ ഉണ്ടെങ്കിൽ നമ്മൾ അടിച്ച് പൊളിച്ച് തകർക്കും. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ചപ്പാത്തിയാണ് കേട്ടോ. ഇവിടുത്തെ പിന്നെ മെയിൻ ഐറ്റം ചപ്പാത്തിയാണ്. ഇതിൽ ഓർഡർ ചെയ്തിരിക്കുന്ന ആലു പൊറാട്ട കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന പ്ലെയിൻ ചപ്പാത്തിയാണ്. സബ്ജി നോക്കുകയാണെങ്കിൽ രാജ്മയാണ് കേട്ടോ. രാജ്മ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റമാണ്. സോ അപ്പോൾ നമ്മൾ ഫുഡ് ട്രൈ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ പറയാനുള്ളത് ഉദ്ദേശിച്ചത് നമുക്ക് ഫുഡ് കഴിച്ചു നോക്കാന്നാണ് കേട്ടോ. അപ്പോൾ ഏതോ പറഞ്ഞപ്പോൾ ജപ്പാനീസ് ഏതൊക്കെ ഭാഷയായപ്പോൾ പിന്നെ കാര്യമില്ല. നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ച് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നൈസായിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിച്ച് നോക്കാല്ലേ എന്നാണ് അവൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാകല്ലേ? പിന്നെ ഒരു കാര്യം എന്താണെന്ന് അറിയാം, നമ്മൾ പറയുന്ന ഒന്നും ഇവർക്കൊന്നും മനസ്സിലാകത്തില്ല. നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് പോലെയാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നോക്കാം. ബ്രോ खाना कैसा है? फूड अच्छा कैसा है? अच्छा है क्या? अच्छा है. गुड अच्छा है. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് യാത്ര തിരിച്ചു. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ തന്നെ നമുക്ക് തണുക്കാനൊക്കെ തുടങ്ങി. കാരണം അവിടെ നമുക്ക് മഞ്ഞ് കാണാൻ പറ്റും. പിന്നെ ഇങ്ങോട്ട് ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ അത്ര മഞ്ഞൊന്നും കാണാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഡയറക്റ്റ് സൺലൈറ്റ് കാരണം കൊണ്ട് ഇവിടത്തേക്ക് നേരത്തെ ഉരുകിപ്പോയി എന്നാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ സോനാമർഗ് ടണലിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ കുറേ ടൂറിസ്റ്റുകാരും അവരെയൊക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ടണലിൻ്റെ നീളം ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് 6.5 കിലോമീറ്റർ ആണ് കേട്ടോ ഈ ടണലിൻ്റെ അപ്പുറത്താണ് ഈ സോനാമർഗിൻ്റെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ 15 മിനിറ്റ് 20 മിനിറ്റിന് ശേഷം നമ്മൾ ടണലിൻ്റെ ഇപ്പുറത്തെ വശത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇവിടുത്തെ എല്ലാ ഏരിയാസും സ്നോ കൊണ്ട് നിറഞ്ഞിരിക്കുക, മൂടിക്കൊണ്ടിരിക്കുക.
അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് അവർ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ നിന്നാണ് സോനാമർഗിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്നോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ഒന്നും നിർത്തിയില്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ ഒന്നും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തില്ല, നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, നമ്മളിവിടെ സോൻമർഗിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഷൂ ഇടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഷൂ ഒക്കെ മാറ്റി വെച്ചിട്ട് ഷൂ ഒക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ട് ഗ്ലൗസും എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മഞ്ഞാണ്, ഫുള്ള് വെള്ളയാണ്, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ എന്നാലും നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഇവിടെ ഈ ഫ്രിഡ്ജിൽ മാത്രം കാണുന്ന ഐസ് നമ്മൾ നേരിട്ട് തൊടാൻ പോവുകയാണ്. അപ്പോൾ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്ന് തോന്നുന്നു, അഡ്ജസ്റ്റ് ചെയ്യാമല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് പോകാൻ പോകണം. അങ്ങനെ എല്ലാം ഷൂ ഒക്കെ ഇട്ട് റെഡിയായി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്, എല്ലാവരും റെഡിയാണ്. ज़्यादा नहीं है, 150 है पर रील का 150 जो पसंद आएगा ना वही लेना. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു വീഡിയോക്ക് അവർ ഷോർട്സിന് 150 റുപ്പീസാണ്. ഇവർ തന്നെ എടുത്ത് എല്ലാം എഡിറ്റ് ചെയ്ത് ഇവർ തന്നെ തരും. നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ കുറേ പേരുണ്ട്. നമ്മുടെ ഓ ശരിയാവും, ഒന്നും കൂടെ പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ലല്ലോ. ഐ വിൽ ഡു ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ, എപ്പോൾ നാട്ടു കുത്തി വീഴുന്ന അറിയത്തില്ല, ഭയങ്കര വഴുക്കലാണ്. ഇതാ നമ്മളങ്ങനെ മെല്ലെ മെല്ലെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കാം അവിടെ പോയിട്ട് മേലെ, നമ്മൾ ഇനി മേലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മേലെ പോയിട്ട് ഈ ഫ്രിഡ്ജിലൊക്കെ കാണുന്ന ഐസ് സ്നോഫോൾ ഇല്ലെങ്കിൽ നമ്മൾ സ്നോഫോൾ ക്രിയേറ്റ് ചെയ്യും. അതാണ് മേലെ പോയിട്ട് നോക്കാം എന്തൊക്കെയാണ് അവിടെ ഇങ്ങോട്ട് തിരിച്ചെങ്കിൽ കാണുമെന്ന് അറിയത്തില്ല. ഫുള്ള് മഞ്ഞ്, അടിപൊളി. ഇവിടെ നമ്മൾ മഞ്ഞും മറ്റേ സ്നോ ബോളൊക്കെ എടുത്ത് എറിയാൻ തുടങ്ങിയിരിക്കുകയാണ്. അടിപൊളി കാറ്റ്, നല്ല തണുത്ത് ഇതേക്ക് കണ്ട, ഇങ്ങനെയൊക്കെയാണ് അവർ കാണിക്കുന്നത്. നമ്മൾ സ്നോഫോൾ ഇല്ലെങ്കിൽ സ്നോഫോൾ ഉണ്ട് എന്നൊക്കെ കേട്ട്, ചേട്ടാ നമ്മൾ സ്നോഫോൾ ഒന്നും കാണാനില്ല. എന്നാലും നമുക്ക് നോക്കാം, ഇനി വൈകുന്നേരം വരെ കുറച്ചും കൂടെ സമയമുണ്ടല്ലോ. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ അതിൽ കൂടെ സ്നോ ബൈക്ക് പോകുന്നുണ്ട്. സ്നോ ബൈക്ക് ഇത് വിശാൽമണ്ഡലാണ് കേട്ടോ, പരിചയപ്പെടുത്തില്ല. വിശാൽമണ്ഡലാണ്, വെസ്റ്റ് ബംഗാൾ എന്നാണ് കേട്ടോ ഇവൻ. പിന്നെ നമ്മുടെ ഇവിടെ ആന്ധ്ര തെലുങ്കാനയൊക്കെ ബോർഡറായിട്ടൊക്കെ വരും. ഓക്കെ, പിന്നെ ബാക്കി നമ്മുടെ ബാക്കിൽ വരുന്നത് ഇവിടെ വെങ്കടേഷാണ്. വെങ്കടേഷ് ഫ്രം തെലുങ്കാന. ഓക്കെ, പിന്നെ അടുത്ത ബാക്കിൽ ഇതാ വരുന്നു ഇവിടെ ചിൻഡു ആന്ധ്രാപ്രദേശത്തെയാണ്. ഇവരൊക്കെയാണ് നമ്മുടെ ടീം എന്ന് പറയുന്നത്. ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താം, അവനെയും കൂടെ പരിചയപ്പെടുത്തിത്തരാം. ഓക്കെ, നമ്മുടെ ജയൻ ബ്രോ ഫ്രം രാജസ്ഥാൻ. ഓക്കെ, ഇവരൊക്കെയാണ് നമ്മുടെ ടീം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവരെല്ലാവരും കൂടിയാണ് അടി പൊളിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവരാണെങ്കിൽ ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത്, വീഡിയോ എടുത്ത് തരണോ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തെറിയുന്നുണ്ട്. ഇനി എന്തെങ്കിലും സൗണ്ടിൽ വ്യത്യാസം വരികയാണെങ്കിൽ അതിന് ഞാനല്ല കാരണം, അവന്മാരെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മഞ്ഞെടുത്തിട്ട് ഒറ്റ നേരെ മൈക്കിൻ്റെ ഉള്ളിലേക്കിട്ട് വെള്ളം കയറി. ഞാൻ ഈ സൗണ്ട് വ്യത്യാസം വരികയാണെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണ്ട. അങ്ങ് ദൂരത്ത് നോക്കിക്ക് എനിക്ക് കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല, കാരണം ഒരു നദിയൊക്കെ അതിൽ കൂടെ ഒഴുകുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ക്യാമ്പാണോ അതോ ഏതെങ്കിലും വീടാണോ എന്നൊന്നും അറിയത്തില്ല, ഫുള്ള് മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ കൂടെ നടന്ന് അങ്ങോട്ട് പോയിട്ട് അങ്ങ് മേലോട്ട് കയറണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങോട്ട് അനുവദിക്കത്തുമില്ല, പിന്നെ കയറാനും പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങോട്ട് കയറി വന്നപ്പോൾ നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ കാണാവേ. അങ്ങനെ മണ്ണിലൂടെ നടന്നു നമ്മൾ ഏകദേശം ഒരു ടോപ്പ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചതാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പർവ്വതങ്ങൾ എല്ലാം കാണാൻ വേണ്ടി കൊടുക്കുകയാണ്. പിന്നെ നമ്മളെ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീഡിയോയിൽ ഞാൻ വിചാരിച്ചു സ്നോയിൽ നടക്കാൻ എളുപ്പമാണെന്ന്, പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇത് പ്രയാസമുള്ള കാര്യമാണെന്ന്. എങ്ങാനും വീട് കഴിഞ്ഞാൽ നട്ടിയും കുത്തി വീഴും, അങ്ങനത്തെ പരിപാടിയാണല്ലോ. അപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഇവിടെ ഒഫീഷ്യലായിട്ട് അവർ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഷോർട്സ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചാർജ് വന്നിട്ട് 150 രൂപയാണ് അവർ ഈടാക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ട്, നമ്മളെ ക്യാമറമാൻ ഉണ്ട്, നമ്മളെ വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പ്രശ്നമില്ല, നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ
ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി കുറേ ഇവിടെ സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും നമ്മൾ ഇൻവോൾവ് ചെയ്തില്ല. നമ്മുടെ ടൂർ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, കാരണം നമ്മൾ അതിലൊന്നും ഇൻവോൾവ് ചെയ്തിട്ടില്ല. ഇനി രണ്ടാമത്തെ ദിവസമുണ്ട്, നമുക്ക് നോക്കാം എന്തായാലും. ഇതിലോട്ട് നടന്ന് ഇവിടുന്ന് ഏറ്റവും മേലത്തെ ഒരു ടോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ബാക്ക് സൈഡിൽ കണ്ടോ, അയ്യോ ഇപ്പോൾ പോയെന്നെ താഴ്ത്തിക്കുന്നത് ഫ്രഷ്. ഇന്നലെ ഇവിടെ സ്നോഫോൾ ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷേ നമ്മളിവിടെ എത്തുമ്പോൾ നിർഭാഗ്യവശാൽ നമുക്ക് സ്നോഫോൾ കാണാൻ സാധിച്ചില്ല. കുഴപ്പമില്ല, നമ്മൾ നാളെ മറ്റന്നാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ സ്നോ കാണുമെന്ന് വിചാരിക്കുന്നു. നോക്കാം എന്തായാലും സ്നോ കാണോ ഇല്ലയോ എന്ന്. ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ സ്നോ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല എന്ന് പറയണ്ട. അപ്പോൾ നമ്മൾ സ്ലഡ്ജിൽ കയറാൻ പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മേലോട്ട് കയറി വരുമ്പോൾ എനിക്ക് തോന്നിയില്ല അത്ര വലിയ രസമൊന്നും ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, കാരണം അത്രയും സ്പീഡിൽ അങ്ങോട്ട് ചാടിയും മറിഞ്ഞൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്നോ ബൈക്കിൽ പോലും ഇത്രയും എക്സ്പീരിയൻസ് കിട്ടത്തില്ല. ഇതിൽ കയറി കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി എക്സ്പീരിയൻസ് ആണേ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ സോനാമാർഗിനോട് ഇന്ന് വിട പറയാൻ പോവുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ റൂമിലോട്ട് എത്തി, ഫുഡൊക്കെ കഴിച്ച്, അതായത് മാഗിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടി. അപ്പോൾ പിന്നെ താങ്ക് യു ഗൈസ്.